പാപ്പ പറയുന്നു, രാഷ്ട്രീയം കാരുണ്യപ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപം. രാഷ്ട്രീയം കാരുണ്യപ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ്. കാരണം അത് പൊതുനന്മ കെട്ടിപ്പടുക്കുന്നതിന് പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണ്. എന്നിരുന്നാലും ഒരു ആദർശം പിന്തുടരുക എന്നതിനർത്ഥം ഒരു പ്രത്യയശാസ്ത്രത്തെ മഹത്വൽക്കരിക്കുക എന്നല്ല, മറിച്ച് മനുഷ്യവ്യക്തിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തുക എന്നാണ്. ജനങ്ങൾ കേവലം രാഷ്ട്രീയ നിർദ്ദേശങ്ങളുടെയും തീരുമാനങ്ങളുടെയും നിഷ്ക്രിയ സ്വീകർത്താക്കളല്ല. എല്ലാറ്റിനുമുപരിയായി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെയും ഉത്തരവാദിത്വം പങ്കിടുന്ന സജീവ പങ്കാളികളാണ്. സമീപ വർഷങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ പ്രധാന പ്രശ്നങ്ങളിലൊന്ന് ജനങ്ങളും അവരുടെ പ്രതിനിധികളും തമ്മിലുള്ള ഐക്യം, സഹകരണം, പരസ്പര ഇടപെടൽ എന്നിവയുടെ ക്രമാനുഗതമായ കുറവാണ്. അതിനാൽ വ്യക്തിപരമായ സമ്പർക്കം ഉൾക്കൊള്ളുന്ന ഒരു കർമ്മ പദ്ധതി രാഷ്ട്രീയ പരിപാടികൾ ആവിഷ്കരിക്കണം. പലപ്പോഴും മുദ്രാവാക്യങ്ങൾ മാത്രമടങ്ങിയതും ആളുകളുടെ യഥാർത്ഥ ആവശ്യങ്ങളോട് പ്രതികരിക്കാൻ കഴിവില്ലാത്തതുമായ ഒരു രാഷ്ട്രീയത്തിന് പകരം ക്രിസ്ത്യൻ ജനാധിപത്യ മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി രാഷ്ട്രീയത്തിൽ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായി പ്രവർത്തിക്കുവാനും എല്ലാ ക്രൈസ്തവരും യത്നിക്കണം. എപ്പോഴും സുവിശേഷാത്മകമായ ഒരു ജീവിതം നയിക്കണം. കുടിയേറ്റത്തിന്റെ മൂലകാരണങ്ങളെ അഭിസംബോധന ചെയ്യുക, കഷ്ടപ്പെടുന്നവരെ പരിപാലിക്കുക, കുടിയേറ്റക്കാരെ സമൂഹത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനും സമന്വയിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, സൃഷ്ടിയോടുള്ള പരിചരണം, നിർമ്മിത ബുദ്ധി എന്നിവ പോലുള്ള നമ്മുടെ കാലത്തെ വലിയ വെല്ലുവിളികളെ പ്രത്യയശാസ്ത്രപരമല്ലാത്ത രീതിയിൽ അഭിമുഖീകരിക്കുക എന്നത് ക്രിസ്ത്യാനിയായ രാഷ്ട്രീയ പ്രവർത്തകന്റെ സേവനങ്ങളുടെ ഭാഗമാകണം. മതസ്വാതന്ത്ര്യവും ചിന്താസ്വാതന്ത്ര്യവും മനസാക്ഷിയും സംരക്ഷിക്കുന്ന സത്യത്തിൽ വേരൂന്നിയ രാഷ്ട്രീയമാകണം ലക്ഷ്യം. യൂറോപ്യൻ പീപ്പിൾസ് പാർട്ടിയിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെന്റ് അംഗങ്ങളുമായി ഏപ്രിൽ 25 വത്തിക്കാനിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ നൽകിയ സന്ദേശത്തിൽ നിന്ന്.